പുറത്തിറങ്ങാനാകുമെന്ന യാതൊരു പ്രതീക്ഷയും 18 വർഷം വരെയും ഉണ്ടായിരുന്നില്ലെന്ന് സൗദിയില് ജയിൽ മോചിതനായ കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴയിലെ അബ്ദുൾ റഹീം. ജനങ്ങളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ഇന്ത്യൻ എംബസിയുടെയും നിരന്തര പരിശ്രമം വിജയം കണ്ടു. എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ടെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. റിപ്പോർട്ടർ TV കോഫി വിത്ത് അരുണിലായിരുന്നു അബ്ദുൾ റഹീം മനസ്സ് തുറന്നത്. 2006-ൽ സൗദിയിൽ അറസ്റ്റിനിടയാക്കിയ കാരണവും അബ്ദുൾ റഹീം ഓർത്തെടുത്തു. 18 വർഷം ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിക്കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെടും എന്ന പ്രതീക്ഷയില്ലായിരുന്നു. ജനങ്ങളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ഇന്ത്യൻ എംബസിയുടെയും നിരന്തര പരിശ്രമം വിജയം കാണുകയായിരുന്നു. വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിത്തരാമെന്ന് ആ കുടുംബവും തീരുമാനിച്ചു. പണത്തിനു വേണ്ടിയുള്ള പോരാട്ടം ജനമേറ്റെടുത്തു. എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട് എന്നായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രതികരണം. സംഭവിച്ചതെല്ലാം എഴുതാൻ ആലോചനയുണ്ടോയെന്ന ചോദ്യത്തോട് അതൊക്കെ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്. പഴയ കാലങ്ങളെല്ലാം കഴിഞ്ഞു. പുതിയ ജീവിതത്തിലേക്ക് കടക്കണം. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഓർത്തെടുക്കാൻ താൽപ്പര്യമില്ല എന്നായിരുന്നു റഹീമിന്റെ മറുപടി. ജയിലിൽ കഴിയുമ്പോൾ കഷ്ടപ്പാടും നിരാശയുമായിരുന്നില്ല. എന്നെപ്പോലെ നിരവധി പേരുണ്ട്. നിരപരാധികളായിട്ടും പ്രതികളുമായിട്ടുള്ള പല രാജ്യക്കാരുണ്ട്. സങ്കടങ്ങൾ പങ്കുവയ്ക്കും. 28 വർഷം വരെയായി ജയിലിൽ കിടക്കുന്നവരുണ്ട്. മലയാളികളിൽ പത്തനംതിട്ട സ്വദേശി അവിടെയുണ്ട്. എല്ലാവരുമായും സൗഹൃദമുണ്ടായിരുന്നു. ജയിലിന്റെ പ്രതീതി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. കുടുംബത്തെയായിരുന്നു ഏറ്റവും മിസ് ചെയ്തത്. ഫോൺ വിളിക്കാൻ കൊലപാതക കേസ് പ്രതികൾക്ക് 14 മിനിറ്റാണ് സമയം. 4 നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. മറ്റു കേസുകളിൽപ്പെട്ടവർക്ക് 10 മണിക്കൂർ വരെ വിളിക്കാം എന്നും അബ്ദുൾ റഹീം പറഞ്ഞു. നാടൊക്കെ ഒരുപാട് മാറി. പൊതുവിവരങ്ങളൊക്കെ അറിഞ്ഞത് കുറവാണ്. നാടും റോഡുമെല്ലാം മാറി. വിദേശത്തെ റോഡ് പോലെ തന്നെയുണ്ടെന്നും റഹീം പറയുന്നു. സ്പോൺസറായ സൗദി പൗരന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 2006 ഡിസംബർ 24-നായിരുന്നു റഹീം റിയാദിനെ ഇസ്കാനിലെ ജയിലിലാകുന്നത്. ഇതിന്റെ പശ്ചാത്തലവും റഹീം ഓർത്തെടുത്തു. സ്പോൺസറുടെ ആരോഗ്യപ്രശ്നമുള്ള മകൻ അനസിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച യന്ത്രത്തിൽ റഹീമിന്റെ കൈതട്ടുകയും ബോധരഹിതനായ കുട്ടി മരണപ്പെടുകയുമായിരുന്നു. അവന്റെ പ്രതികരണത്തിൽ നിന്നും സിഗ്നൽ കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞതെന്നാണ് മനസ്സിലായത്. ദേഷ്യത്തിലായിരുന്നു അവൻ. ഭാഷ മനസ്സിലാക്കാൻ കുറച്ച് പ്രശ്നമായിരുന്നു. വണ്ടി മുന്നോട്ട് എടുക്കാതെ വന്നതോടെ തുപ്പുകയായിരുന്നു. കൈവീശിയത് മുഖത്താണെങ്കിലും കൊണ്ടത് കഴുത്തിലായിരുന്നു. സംഭവം നടന്ന് 2 ദിവസത്തിനു ശേഷമാണ് മരണം സംഭവിച്ചതെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അവിടുത്തെ നിയമത്തിനു മുന്നിൽ ഞാൻ കുറ്റവാളിയായിരുന്നു ഇത്രയും കാലം. കോടതി വിളിക്കുമ്പോൾ അവരുടെ അച്ഛനോ സഹോദരനോ ഹാജരാകും. അപ്പോൾ മാത്രമാണ് അവരെ കണ്ടത്. പിന്നീട് വക്കീലായിരുന്നു കാര്യങ്ങൾ നീക്കിയത്. റഹീം പറയുന്നു. മുന്നോട്ടുള്ള നീക്കങ്ങൾ എല്ലാവരുമായി ആലോചിച്ച് ചെയ്യണം. സന്തോഷത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ദൈവം തരട്ടെ. പെരുന്നാൾ വലിയ പെരുന്നാളായെന്ന് അബ്ദുൾ റഹീമിന്റെ ഉമ്മയും പ്രതികരിച്ചു. 2.006 നവംബർ 28-നായിരുന്നു ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തിയത്. അറസ്റ്റിലാകുമ്പോൾ 26 വയസ്സായിരുന്നു പ്രായം. കേസിൽ 2012-ൽ റഹീമിന് കോടതി വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിക്കപ്പെട്ട് 18 വർഷം പന്നിട്ടപ്പോഴാണ് 34.35 കോടി രൂപ ദിയാദനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകാൻ തീരുമാനിച്ചത്. 2024 ജൂലൈ 2-നാണ് വധശിക്ഷ റദ്ദാക്കി വിധിയുണ്ടായത്. എന്നാൽ 20 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കണമെന്നായിരുന്നു കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്.